22ാമത്തെ സർഗമാണ് ബലപരിഭ്രംശം. സൈന്യം 4 ഭാഗത്തും പിരിഞ്ഞു പോവുകയാണ്. ശ്രീ വസിഷ്ഠ ഉവാച തതഃ പ്രഭാതേ പ്രസഭം പൃഥിവ്യാഃ കൃത്വാ യഥാശാസ്ത്രമലം വ്യവസ്ഥാം ആവിഷ്ടദേഹാ ഇവ തേ രസേന നിഷേധ്യമാനാ ഇവ മന്ത്രിമുഖ്യൈഃ. പ്രഭാതമായി ഇവർ പ്രഭാതകൃത്യങ്ങളൊക്കെ നിർവഹിച്ചു. അവരുടെ ഉള്ളിൽ പൊന്തിയ ആ ആഗ്രഹം അതിശക്തമായി തന്നെ അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം കാണണം, കണ്ട് മനസ്സിലാക്കണം എന്ന ആഗ്രഹം. നിഷേധ്യമാന ഇവ മന്ത്രിമുഖ്യൈഃ. അപ്പോൾ അവർ അതിനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തി. യഥാശാസ്ത്രം നീതിശാസ്ത്രം അനതിക്രമ്യ. ഇപ്പോൾ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരാണ് ഈ 4 പേരും. അപ്പോൾ രാജ്യത്തെ അനാഥമാക്കിയിട്ട് പ്രജകളെ ഉപേക്ഷിച്ചിട്ട് അങ്ങനെ ഒരു ഭരണാധിപൻ യാത്രയാകുന്നത് ശരിയല്ല. അതുകൊണ്ട് അവർ എന്തു ചെയ്തു? ഭരണ സംവിധാനം വേണ്ട പോലെ നിർവഹിക്കാൻ, ജനങ്ങളെ ഭരിക്കാനുള്ള മാർഗങ്ങളൊക്കെ അവർ ആലോചിച്ച് ആ ഉത്തരവാദിത്വം മന്ത്രിമാരെ ഏൽപ്പിച്ചു. രാജാവ് പോകുന്നതിന് മുമ്പ് ചാർജ് ഹാൻഡ് ഓവർ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ പിന്നെ നാട്ടിലെ അരാജകത്വം മാത്രമല്ലേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നീതിശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രജകളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് ഒരു ഭരണാധികാരി. അപ്പോൾ അയാൾ ഒരു സുപ്രഭാതത്തിൽ എല്ലാം കളഞ്ഞിട്ട് തൻ്റെ പാടും നോക്കി പോവുക എന്നുള്ളത് ധർമ്മശാസ്ത്രങ്ങൾക്ക് സമ്മതമല്ല. അതുകൊണ്ട് രാജ്യവിഭാഗ പരിപാലനോപായ ഉപദേശ മര്യാദാ സ്ഥാപനാദി വ്യവസ്ഥാം കൃത്വ. മന്ത്രിമാരെയൊക്കെ വിളിച്ചു, പ്രധാനപ്പെട്ട മന്ത്രിമാരെയൊക്കെ വിളിച്ചിട്ട് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, ഞങ്ങൾ പോയിട്ട് എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രപഞ്ചത്തിൻ്റെ അന്തം കാണാൻ വേണ്ടി ഞങ്ങൾ ഒരു ദീർഘ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അതുവരെ, ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ ഈ രാജ്യത്തെയും ജനങ്ങളെയുമൊക്കെ വേണ്ട പോലെ പരിപാലിക്കണം എന്ന് അവരെ ചട്ടം കെട്ടിയിട്ട് രസേന ദിഗന്ധ ദർശനോത്കണ്ഠാതിശയേന ഗ്രഹാദ്യാവിഷ്ടദേഹാ ഇവ സാക്ഷാൻ നിഷേദ്ധും അശക്നുവദ്ഭിഃ മന്ത്രിമുഖ്യൈഃ ഇംഗിതൈഃ നിഷേധ്യമാനത്വാദിവകാരഃ. എന്ന് പറഞ്ഞാൽ ദിഗന്ധങ്ങളിൽ എന്തൊക്കെയുണ്ട് എന്ന് കാണണം എന്നുള്ള സഹിക്കാൻ പറ്റാത്ത ഉത്കണ്ഠയോടുകൂടി ഗ്രഹാദ്യാവിഷ്ടദേഹാ ഇവ, ഏതോ ബാധ കൂടിയവരെ പോലെ. അതായത് ആ ആഗ്രഹം എന്നുള്ളത് അതിശക്തമാണ്. അതുകൊണ്ട് ഭൂതമോ പ്രേതമോ ഒക്കെ ആവേശിച്ചതുപോലെ ഇവർ അത്യന്തം ഉത്സുകരായി കാണപ്പെട്ടു. ഇവ സാക്ഷാൻ നിഷേദ്ധും അശക്നുവദ്ഭിഃ. ഈ ആഗ്രഹത്തെ, ദൃശ്യപ്രപഞ്ചത്തിൻ്റെ അവസാനം എവിടെയാണ് എന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തവരായി മന്ത്രിമുഖ്യൈഃ ഇംഗിതൈഃ നിഷേധ്യമാനത്വാദിവകാരഃ. മന്ത്രിമാരൊക്കെ ഇവരെ ഈ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇവർ തയ്യാറായില്ല. ഞങ്ങൾ പോയേ അടങ്ങൂ, പോവും, ഞങ്ങൾ കാണും, ഈ മായ എത്ര ദൂരം വ്യാപിച്ചിരിക്കുന്നു, മായയുടെ മണ്ഡലം ഏതുവരെയുണ്ട് എന്നൊക്കെ ഞങ്ങൾ കണ്ടിട്ടേ മടങ്ങി വരൂ എന്ന ഒരു ദൃഢനിശ്ചയത്തോടുകൂടി അവർ എന്താ ചെയ്യുന്നത്? നിവാര്യ സർവം പരിവാരമാത്രം ആക്രന്ദമാനം വദനൈരുദദ്ഭിഃ നിരസ്യ മാത്സര്യലോഭാഭിഭവൈഷണാദി. മന്ത്രിമാർ പരമാവധി ശ്രമിച്ചു. അല്ല, നിങ്ങൾ 4 പേരും പോരുത്, ഞങ്ങളിവിടെ ഭരിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം, എങ്കിലും
ഒരു ഭരണാധിപൻ ഇല്ലാതിരിക്കുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഒട്ടും മംഗളകരമായ ഒരവസ്ഥയല്ല. അതുകൊണ്ട് അവർ പരമാവധി തടയാൻ നോക്കി. ഇവർ കേട്ടില്ല. പരിവാര മാത്രം അവസാനം ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആ സേനാ വിഭാഗത്തിലുള്ളവരും, അതായത് സൈനികരും ഈ രാജാവിൻ്റെ മന്ത്രിമാരും ഒക്കെ ഉച്ചത്തിൽ കരയാൻ തുടങ്ങിയെന്ന്. എല്ലായിടത്തും കരച്ചിലാണ്. രാജാവ് പോകണമെന്ന് പറഞ്ഞപ്പോൾ മന്ത്രിക്ക് കരച്ചിൽ, മന്ത്രി പോകണമെന്ന് പറഞ്ഞപ്പോൾ പ്രജകൾക്ക് കരച്ചിൽ. അപ്പോൾ എല്ലാവർക്കും താങ്ങാൻ പറ്റാത്ത ഒരു ദുഃഖം ഉള്ളിലുണ്ടായി. അവരൊക്കെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ഇവരെ യാത്ര അയച്ചു. നിരസ്യ ചാസ്നേഹതയാഭിമാന മാത്സര്യ ലോഭാഭിഭവൈഷണാദി പരിവാരമാത്രം കൃത്സ്നം പരിജനം നിവാര്യ. ഈ രാജാക്കന്മാരുടെ പരിജനത്തെയൊക്കെ അവരുടെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട്, അതായത് ഞങ്ങളെ തടയാൻ നോക്കണ്ട, ഞങ്ങൾ തീരുമാനിച്ചുറച്ചു കഴിഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ പോകാൻ പോവുകയാണ് എന്ന് അവരെയൊക്കെ വിലക്കിയിട്ട് അഭിഭവ ശത്രുപരാഭവ തദേഷണ, ശത്രുക്കളെ ജയിക്കാൻ പോകുന്ന ഒരു രാജാവിനെ പോലെ. ശത്രുക്കളെ അമർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ ചക്രവർത്തിമാർക്ക് അതൊരു ഹരമാണ്, യുദ്ധം. അതുപോലെ ഒരു അദമ്യമായ ആഗ്രഹത്തോടു കൂടിയാണ് ഇവർ പോകാൻ തയ്യാറായത്. ആദിപദാദ് രാജ്യസ്ത്രീ പുത്രാദ് ഏഷണാ പരിഗ്രഹ. അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ മുമ്പിൽ രാജ്യവും രാജ്യത്തിൽ വസിക്കുന്ന പൗരജനങ്ങളും മറ്റെല്ലാം ഇതിന് താഴെയാണ്. ഈ ആഗ്രഹം എല്ലാറ്റിൻ്റെയും മുകളിൽ കടന്നുകൂടി. അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് ഇവർ പോകാൻ തയ്യാറായി കഴിഞ്ഞു. അഥവാ അഭിഭവ ശത്രുഭിരുപഹസദ്ഭിഹി തിരസ്കാരഃ ഏഷണാശ്ച പ്രാഗുപ്താഃ. 3 തരത്തിലുള്ള ഏഷണകളെയും വിട്ടിട്ട്, ഏഷണ എന്ന് പറഞ്ഞാൽ പുത്രേഷണ, വിത്തേഷണ, ധാരേഷണ, ഇങ്ങനെയാണ് 3 തരം ആഗ്രഹങ്ങൾ, അതിശക്തങ്ങളായ ആഗ്രഹങ്ങൾ. അതിനെ പോലും ഉപേക്ഷിച്ചിട്ടാണ് ഈ ദൃശ്യങ്ങളിൽ ഭ്രമിച്ചവരായി, ദൃശ്യങ്ങളെ കണ്ട് അതിൻ്റെ അന്തം മനസ്സിലാക്കാനായി ഇവർ തയ്യാറായത്. ദിഗന്തമാലോക്യ സമുദ്രപാരേ ക്ഷണാത് സമായാമ ഇതി ബ്രുവന്തഃ സ്വമന്ത്രശക്ത്യോത്തമതാം ഗതൈസ്തൈരബ്ധിഃ പദൈരേവ തഥാ പ്രവിഷ്ടഃ. ദിഗന്തമാലോക്യ, ആ കടൽ തീരത്ത് നിന്ന് 4 ഭാഗത്തും കണ്ണോടിച്ചു. ആര്? ഈ 4 പേര്. ഇവർ 4 പേരും മാത്രമേ പോകുന്നുള്ളൂ. കാരണം ഇവർക്ക് മാത്രമേ അതിനുള്ള ശക്തിയുള്ളൂ. അഗ്നി കുണ്ടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നവരാണല്ലോ. ഈ 4 പേർക്കുമാണ് അഗ്നിദേവൻ വരം കൊടുത്തത്. അതുകൊണ്ട് ആ 4 പേരും കടൽ തീരത്ത് നിന്നുകൊണ്ട് 4 ഭാഗത്തും കണ്ണോടിച്ചു. ദിഗന്തമാലോക്യ സമുദ്രപാരെ, ആ കടൽക്കരയിൽ നിന്നുകൊണ്ട് 4 ഭാഗത്തും നോക്കി. ക്ഷണാത് സമായാമ ഇതി ബ്രുവന്തഃ. ഈ സൈനികരോട് അവർ പറഞ്ഞതെന്തെന്നോ, ഞങ്ങൾ പോയിട്ട് ഇപ്പോൾ വരും എന്നാണ്. ക്ഷണനേരത്തിൽ ഞങ്ങൾ മടങ്ങി വരും. അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് നിങ്ങൾ ഈ രാജ്യകാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ ഇരുന്നോളൂ. ദേ പോയി ദാ വന്നു, സുരേഷ് ഗോപി പറയുന്ന പോലെ. അല്പസമയത്തിനുള്ളിൽ ഞങ്ങൾ പോണതും വരുന്നതും പെട്ടെന്ന് കഴിയും. അതുകൊണ്ട് ഒരുപാടൊന്നും താമസിക്കില്ല, പെട്ടെന്ന് തന്നെ ഞങ്ങൾ മടങ്ങിയെത്തും എന്ന് വാഗ്ദാനം നൽകിയതിന് ശേഷം സ്വമന്ത്രശക്തിയോത്തമതാം ഗതൈഹി, ഈ 4 പേർക്കും മന്ത്രശക്തിയുണ്ട്. അഗ്നിദേവൻ നൽകിയ വരത്തിൻ്റെ, ആ വരദാനത്തിൻ്റെ മഹിമയും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. തൈഹി അബ്ധിഹി പദൈരേവ തഥാ പ്രവിഷ്ടഃ. ഇപ്പോൾ ഇവർ ഈ കടൽ താണ്ടി കടക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ഈ കടൽ താണ്ടി കടന്നതെന്ന് പറഞ്ഞാൽ, ഇവർ കടലിലേക്ക് അങ്ങനെ ഇറങ്ങി ചെല്ലുകയാണ്. വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു പോവുകയാണ്. അഗ്നിദേവൻ്റെ വരം, അവരുടെ ശരീരം വെള്ളത്തിനകത്ത് മുങ്ങിപ്പോകുന്നില്ല. യേശുദേവൻ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു പോയതായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. അതുപോലെ
സമുദ്രജലത്തിൻ്റെ മുകളിലൂടെ അങ്ങനെ നടന്നു പോകുന്നു. ഇവർ 4 പേരും നടക്കാൻ തുടങ്ങി. വയം സമുദ്രപാരേ ആലോക്യ ക്ഷണാത് ശീഘ്രമേവ സമായാമ ഇതി പരിജന സമാധാനായ ബ്രുവന്തഃ. ഈ കൂടെയുള്ളവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയത്. എപ്പോൾ വരുമെന്ന് ഇവർക്ക് തന്നെ നിശ്ചയമില്ല. ഇവരൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. സന്തഹ ജഗ്മുഹു, ആ നല്ലവരായ 4 പേരും നല്ലവരാണ്, സാത്വികന്മാരാണ്. അവർ അങ്ങനെ യാത്രയായി. അഗ്നിപ്രസാദ ഹേതു മന്ത്രശക്തിയൈവ, അഗ്നിയുടെ പ്രസാദം എന്ന് പറഞ്ഞാൽ അഗ്നിദേവൻ്റെ കാരുണ്യം കൊണ്ട് കിട്ടിയ മന്ത്രശക്തി ഉപയോഗിച്ച് ഭൂമി ഭൂതജയേന, ഭൂമി ജലം ഇത് രണ്ടിനെയും അവർ ജയിച്ചു എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നടക്കുന്ന ലാഘവത്തോടുകൂടി വെള്ളത്തിലൂടെ നടന്നു. കാരണം ഭൂമി ഉണ്ടായത് ജലത്തിൽ നിന്നാണ്, ജലം ഉണ്ടായത് അഗ്നിയിൽ നിന്നാണ്. അപ്പോൾ അഗ്നിക്ക് ഈ ജലത്തിലും കരയിലും നടക്കാനുള്ള ഒരു ശക്തി ഇവർക്ക് നൽകാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇവർ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ കരയിൽ നടക്കുന്നത് പോലെ അങ്ങനെ നടന്നു നീങ്ങി. ജലാതിഭൂത ജയേന ഉത്തമതാം സിദ്ധതാം ഗതൈഹി, അങ്ങനെ ഒരു സിദ്ധി ഈ 4 പേർക്കും ലഭിച്ചിരുന്നു. തൈഹി തഥാ അബ്ദിഹി പദൈരേവ പ്രവിഷ്ട. അതുകൊണ്ട് തോണിയോ ബോട്ടോ ഒന്നും കൊണ്ടുവരാൻ പറഞ്ഞില്ല. നേരെ നടന്ന് സമുദ്രത്തിലേക്ക് ഇവർ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. പദൈരേവ പ്രവിഷ്ട, കാലുകൊണ്ട് നടന്ന് തന്നെ ആ കടലിൻ്റെ ഉള്ളിലേക്ക് ഇവർ നടന്ന് നീങ്ങി. നതു പോതാദ്യുപായേന ഇത്യർത്ഥ. പോതം എന്ന് പറഞ്ഞാൽ തോണി, വഞ്ചി, വള്ളത്തിൻ്റെ ഒന്നും സഹായം ഇല്ലാതെ തന്നെ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി ഈ 4 പേരും. വിപശ്ചിതസ്തേ ദിശ്യനൽപൈർഭൃത്യൈ സമുദ്രം പ്രവിശദ്ഭിരേവ ഭൃത്യൈശ്ച കൈശ്ചിത്വനുഗമ്യമാന യയുര്യഥാ വാരിണി പദ്ഭിരേവ. ഈ അണികളുണ്ടല്ലോ, നേതാക്കന്മാരുടെ പുറകെ പോകുന്ന അണികൾ, ഈ നേതാക്കന്മാർ പറഞ്ഞാലും പലപ്പോഴും കേൾക്കാറില്ല. വേണ്ട അക്രമമാർഗം പിന്തുടരരുതെന്ന് പറയുന്നതിനിടയ്ക്ക് കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ സമാധാനമായി പ്രതിഷേധിക്കാൻ വന്നവരാണ്, വേണ്ട അടിപിടി ലഹളയൊന്നും ഉണ്ടാക്കരുത്, മുദ്രാവാക്യത്തോടുകൂടി നമ്മുടെ പ്രതിഷേധം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഇവരുണ്ടോ കേൾക്കുന്നു. അതുപോലെ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക, നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം വരണ്ട, ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് മടങ്ങി വരാം എന്ന് പറഞ്ഞിട്ടും ഈ 4 പേരും കടലിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ കുറേ സൈനികർ ഇവരുടെ ഒപ്പം കടലിലേക്ക് ഇറങ്ങി. എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഗുരു പറയുന്നതിന് നേരെ വിരുദ്ധമേ പ്രവർത്തിക്കൂ. പല ശിഷ്യന്മാരുടെ സ്വഭാവം അതാണ്. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് തന്നെ കൃത്യമായി ചെയ്തിരിക്കും. അനുസരണ തീരെയില്ല. ഗുരുവിൻ്റെ അടുത്ത് ഭക്തിയൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങനെ പറയുന്നത് കേൾക്കത്തില്ല. അങ്ങനെയുള്ള സ്വഭാവമുള്ള ശിഷ്യന്മാർ ധാരാളമുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, സ്നേഹാതിശയാത് ഈ 4 വ്യക്തികളോടും ഭടന്മാർക്ക് അത്യന്തം സ്നേഹമായിരുന്നു. നമ്മുടെ രാജാവ് എന്ന് പറഞ്ഞാൽ ആ രാജാവിന് വേണ്ടി അവരെന്തും ചെയ്യും. ആ രാജാക്കന്മാർ കടലിലേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടിട്ട് അവരോടുള്ള അമിതമായ സ്നേഹം കാരണമായി സമുദ്രം പ്രവിശദ്ഭിഹി കൈശ്ചിത് ഭൃത്യൈഹി അനുഗമ്യമാനാഹ പദ്ഭിരേവ യേയുഹു. കുറേ ദൂരം അവർ കടലിൽ ഇവരുടെ ഒപ്പം ചെന്നു. ഉള്ളിലേക്ക് പോകുന്തോറും കടലിൻ്റെ ആഴം വർദ്ധിച്ചു വരുമല്ലോ. എന്നാൽ ഇവരുടെ ഒപ്പം കുറേ ദൂരം അവരും വന്നു. ഇവർ മുമ്പോട്ട് നടന്നു നീങ്ങി, അവർ പകുതി വഴിക്ക് നിന്നു. ഭടന്മാർക്ക് പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല, ആഴം കൂടുതലാണല്ലോ.
അങ്ങനെ ഇവരെ കുറേ ദൂരം ആ സേനാംഗങ്ങൾ പിന്തുടർന്നു. ഇനി അവരെങ്ങനെയാണ് ഈ 4 പേരും കടലിലൂടെ പോയത്? കടലിൽ ഇങ്ങനെ പോകുമ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ അങ്ങനെ നടന്നു നീങ്ങുകയാണ്. അതെങ്ങനെയെന്നാണ് ഇനി വർണ്ണിക്കുന്നത്. തരംഗജാലേഷു പദാനി കൃത്വാ പൃഷ്ഠേ സ്ഥലസ്യേവ ജലസ്യ ചാന്തഃ ചത്വാര ഏകൈകതയൈവ യുക്താ ഭൃശം വിയുക്ത നിജസേനയാതേ. തരംഗജാലങ്ങളുടെ മധ്യത്തിലൂടെ അവർ നടന്നു നീങ്ങി. തരംഗജാലം തിരമാലകൾ. കടലിൽ ഇങ്ങനെ തിരമാലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ തിരമാലകളുടെ ഇടയിലൂടെ അവർ കരയിൽ നടക്കുന്നത് പോലെ നടന്നു നീങ്ങി എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൽ അവർ മുങ്ങിപ്പോയില്ല എന്നർത്ഥം. പൃഷ്ഠേ സ്ഥലസ്യേവ ജലസ്യ ചാന്തഃ. ചില സമയത്ത് ഇവർ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് പോകും, വീണ്ടും പൊന്തി വരും. ഈ അലകളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അലകൾ കാരണമായി ഇവരെ ചില സമയത്ത് കാണാൻ പറ്റാതാകും, ചില സമയത്ത് ഇവർ ദൃശ്യരാകും, ഇവരെ കാണാൻ പറ്റും. ഇങ്ങനെ ആ കൂറ്റൻ തിരമാലകളുടെ മധ്യത്തിലൂടെ ഈ 4 പേരും നടന്നു നീങ്ങി. ചത്വാര ഏകൈകതയൈവ യുക്ത ഭൃശം വിയുക്ത നിജസേനയാതെ. ഇങ്ങനെ ഈ 4 പേരും പതുക്കെ കടൽ തീരത്തുള്ള ഭടന്മാരുടെ ദൃഷ്ടിയിൽ നിന്നും അപ്രത്യക്ഷരായി. എത്ര ദൂരം എന്ന് പറഞ്ഞ് കൂടെ പോകാൻ പറ്റും? അവരങ്ങനെ വെള്ളത്തിലൂടെ സമുദ്രത്തിലേക്ക് ഇങ്ങനെ നടന്നു നീങ്ങുകയാണ്. ക്രമേണ അവർ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. ഈ സേനാംഗങ്ങൾക്ക് അവരെ ഒട്ടും തന്നെ കാണാൻ പറ്റാതായി. കഥം യയുഹു തദാഹ സ്ഥലസ്യ ഭൂമേഹേ പൃഷ്ഠൈവ. ഭൂമിയിൽ എങ്ങനെയാണോ മനുഷ്യർ നടക്കുന്നത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ, അതുപോലെ തരംഗജാലേഷു പദാനി കൃത്വ തിരമാലകളുടെ പുറത്ത് കാലുകൾ ഊന്നി അവർ അങ്ങനെ നടന്നു നീങ്ങി. യുക്താ ഉദ്യുക്താഹ പദക്രമേണൈവ മഹാർണവാന്തസ്താവത് പ്രവിഷ്ട അവലോകിതാസ്തേ തടസ്ഥിതൈര്യാവദൃശ്യഭാവം ശരന്നഭോ മേഘലപായിവാപുഹു. പദക്രമേണൈവ ഓരോ അടിയായി എടുത്തു വെച്ച് നടന്നാണ് അവർ പോയത്. കടലിൽ നടന്നാണ്, നീന്തിയല്ല, വള്ളത്തിലല്ല പോയത്. കരയിൽ എങ്ങനെയാണോ നമ്മൾ നടന്നു പോകുന്നത് അതുപോലെ കടലിൽ ഓരോ ചുവടായി എടുത്തു വെച്ച് അവർ മുമ്പോട്ട് പോയി. ഭൃശം വിയുക്ത നിജസേനയാത്. അവർ പതുക്കെ അവരുടെ സൈന്യത്തിൽ നിന്നും അകന്നു, കുറേ ദൂരത്തിലേക്ക് പോയി. പദക്രമേണൈവ മഹാർണവാന്തഃ താവത് പ്രവിഷ്ട. ആ മഹാസമുദ്രത്തിൻ്റെ ഉള്ളിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു. അവലോകിതാസ്തേ. കരയിലുള്ള ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പൊട്ടോ പൊടിയോ പോലെ അവരിങ്ങനെ മറിഞ്ഞ് അവസാനം ദൃഷ്ടിയിൽ നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷമാകുന്നതുവരെ ഈ കടൽ തീരത്തെ ആളുകൾ ഇങ്ങനെ വിസ്മയത്തോടു കൂടി നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അവർ അപ്രത്യക്ഷരായി. തടസ്ഥിതൈർ യാവത് അദൃശ്യഭാവം. കരയിലുള്ളവർക്ക് ഒട്ടും തന്നെ കാണാൻ പറ്റില്ല എന്നുള്ള ഘട്ടം എത്തുന്നതുവരെ ആ സൈനികർ കടൽക്കരയിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവസാനം ദൃഷ്ടിയിൽ നിന്ന് ഈ 4 പേരും പൂർണ്ണമായി അപ്രത്യക്ഷരായി. ഏതുപോലെ ശരന്നഭോ മേഘലവായി വാപുഹു. ശരത്കാലത്തെ മേഘം എങ്ങനെയാണോ നേർത്ത് അവസാനം പൂർണ്ണമായി ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകുന്നത്, അതുപോലെ ഈ 4 പേരും സേനാംഗങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷരായി. തടസ്ഥിതൈഹി ഭൃത്യജനൈഹി തേ താവത്കാലം അവലോകിത യാവത് ശരന്നഭോ മേഖലവായിവ അദൃശ്യഭാവമാപുഹു. ശരത്കാലത്ത് വലിയ മേഘങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോഴപ്പോഴായിട്ട് ചെറിയ ഏതെങ്കിലും മേഘകഷണങ്ങൾ ആകാശത്തിലൂടെ സഞ്ചരിക്കും, അത്രയേ ഉള്ളൂ. അതുപോലെ ഇവരുടെ കാഴ്ച ഈ 4 പേരെയും അവർ കുറച്ചായിട്ട് ഇവരുടെ ദൃഷ്ടിയിൽ നിന്ന് അപ്രത്യക്ഷരായി. അവസാനം പൂർണ്ണമായും കാണാൻ പറ്റാതായി തീർന്നു.
തമധ്വാനമധോഹുസ്തേ ജലധൗ പാദചാരിണഃ വിതതാധ്യവസായേന ബദ്ധകക്ഷാഹരാ ഇവ. ആ ജലമാർഗത്തിലൂടെ അവർ അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് വെള്ളത്തിൻ്റെ മുകളിലൂടെ അങ്ങനെ ഒഴുകി സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തിൽ പ്രവേശിച്ചു. എങ്ങനെ? കാലുകൊണ്ട് നടന്നാണ് പോയത്, കരയിൽ നടക്കുന്ന ആ ലാഘവത്തോടു കൂടി. വിതതാധ്യവസായേന, അവർ എന്തോ തീരുമാനിച്ചുറച്ചതുപോലെയാണ് ഓരോ ചുവടുവയ്പും അവർ മുന്നോട്ടെടുത്ത് വെച്ചത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ അന്തം കാണണം, അതിനുവേണ്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നാലും പ്രശ്നമില്ല എന്ന് തീരുമാനിച്ചുറച്ച് ദൃഢനിശ്ചയത്തോടുകൂടി അവർ മുമ്പോട്ട് നടന്നു നീങ്ങി. ബദ്ധകക്ഷാഹരായിവ, ആനയെ കെട്ടിയിരിക്കുന്ന കയറിനെ ആ ആന എങ്ങനെയാണോ പൊട്ടിച്ച് സ്വതന്ത്രനായി മുമ്പോട്ട് പോകുന്നത്, അതുപോലെ ആയിരുന്നു ഈ 4 പേരുടെയും മുമ്പോട്ടുള്ള പോക്ക്. അതായത് കൊമ്പന്മാരെ പോലെ തീരുമാനിച്ചുറച്ച് ഞങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. വിതതേന അധ്യവസായേന ദൃഢനിശ്ചയേന, അങ്ങേറ്റം ദൃഢനിശ്ചയത്തോടു കൂടിയാണ് അവർ യാത്ര ചെയ്തത്. ഹസ്തിപകസ്ഥാനീയേന പ്രേര്യമാണാഹ വിപശ്ചിതഃ ബദ്ധാം കക്ഷാം ഹരന്തി തഥാവിധ ഗജാ ഇവ തം ജലാധ്വാനം ഊഹുഹു അതിവാഹയാമാസുഹു. സാധാരണ ആനയെ നിയന്ത്രിക്കാൻ ആനപ്പാപ്പാന്മാരുണ്ടാവും. ഇവരെ നിയന്ത്രിച്ചിരുന്നത് ഈ 4 പേരും ഗജവീരന്മാരെ പോലെ നല്ല ബലശാലികളാണ്. ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഇവരെ യാത്ര ചെയ്തത്. ഇവരെ മുമ്പോട്ട് നയിച്ചിരുന്നത് ആനകളെ എങ്ങനെയാണോ പാപ്പാൻ നയിക്കുന്നത്, അതുപോലെ ഇവരുടെ ഉള്ളിലുള്ള അദമ്യമായ ആഗ്രഹമാണ് ഇവരെ മുമ്പോട്ട് നയിച്ചത്. അങ്ങനെ അവർ ആ സമുദ്രത്തിലൂടെ മുമ്പോട്ട് നടന്നു നീങ്ങി. ഉന്നതാവനതാമദ്രി സമാരോഹാവരോഹണൈഃ ശ്രിയം വാരിതരംഗാണാം ഹരന്തോ ഹരിമൂർത്തയഃ. ഇവർ 4 പേരും സമുദ്രത്തിലൂടെ നടന്നു പോകുന്നത് എങ്ങനെ, അത് കണ്ട എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ 4 തേജോരൂപികൾ, അഗ്നിയിൽ നിന്ന് തിളങ്ങുന്ന ശരീരങ്ങളോടുകൂടി പ്രകടമായവരാണ് ഈ 4 പേരും. ഇവരിങ്ങനെ സമുദ്ര തിരമാലകളിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുന്നത് കണ്ടാൽ ആ തിരമാലകളുടെ പുറത്ത് ചവിട്ടിയാണ് ഇവർ യാത്ര ചെയ്തത്. അപ്പോൾ ആ തിരമാലകൾ ഉയരുകയും താഴുകയും ചെയ്യുമ്പോൾ ഇവർ കയറ്റം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നവരെ പോലെ കാണപ്പെട്ടു. അതായത് പർവ്വതാരോഹകരെ പോലെ, ഒരു പർവ്വതത്തിൽ കയറുന്ന ആൾക്കാർ അവരിങ്ങനെ കയറും. ചിലപ്പോൾ വീണ്ടും ഒരു ചെറിയ ചരിവ് വരും, അപ്പോൾ അവിടെ വീണ്ടും ഇറങ്ങും, എന്നിട്ട് അടുത്ത മലയിൽ കയറും. ഇങ്ങനെ കയറിയും ഇറങ്ങിയുമായിരുന്നു അവരുടെ യാത്ര. ശ്രിയം വാരിതരംഗാണാം ഹരന്തഃ ഹരിമൂർത്തയഃ. അതായത് സമുദ്ര ജലത്തിൻ്റെ അല്ലെങ്കിൽ തിരമാലകളുടെ ആ ഭംഗിയെ അപഹരിക്കുന്ന രീതിയിലാണ് ഇവർ സഞ്ചരിച്ചിരുന്നത്. 4 മഹാവിഷ്ണുക്കൾ എങ്ങനെയാണോ പാലാഴിയുടെ പുറത്തുകൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്, അതുപോലെ കാണപ്പെട്ടു ഈ 4 പേരും. അദ്രിസമൈഃ ആരോഹാവരോഹണൈഃ നിമ്നോന്നതീഭാവൈഃ ഉന്നതാവനതാം വാരിതരംഗാണാം ശ്രിയം ശോഭാം സ്വയമപി തത്സ്വീകാരാത് ധരന്തഃ. സമുദ്രജലം ഇങ്ങനെ ഉയരുകയും താഴുകയും ചെയ്യുന്നതിനനുസരിച്ച് ഇവരുടെ ആ ശരീരവും ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടിരുന്നു. തിരമാലകളുടെ പുറത്ത് കയറിയാണ് ഇവർ യാത്ര ചെയ്തത് എന്നാണ് പറയുന്നത്. അതയേവ ഹരേർ മൂർത്തിരിവ മൂർത്തിരിയേഷം. മഹാവിഷ്ണുവിൻ്റെ ശരീരം എത്ര കണ്ട് ശോഭിക്കുന്നതാണോ അതുപോലെ 4 മഹാവിഷ്ണുക്കൾ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നത് പോലെ ഇവർ 4 പേരും കാണപ്പെട്ടു.
ഹരിമൂർത്തിരഭിഹി മന്ദാദ്രേർ മന്ഥനകാലേ വാരിതരംഗാണാം സമാരോഹാവരോഹണൈഹി ഉന്നതാവനതാം ശ്രിയം ലക്ഷ്മീം ജഹാരേതി പ്രസിദ്ധമിതി ഭാവഃ. പാൽക്കടൽ കടഞ്ഞല്ലോ, പാലാഴി, ദേവന്മാരും അസുരന്മാരും. ആ പാലാഴി കടഞ്ഞപ്പോൾ സാക്ഷാത് മഹാവിഷ്ണു ആ പാൽക്കടലിലൂടെ, ആ പാൽക്കടലിലെ തിരമാലകളിലൂടെ ഇങ്ങനെ ഉയർന്നും താണും എങ്ങനെയാണോ സഞ്ചരിച്ചത്, ആ സമയത്ത് ആ കാഴ്ച കണ്ട് ആളുകൾ വിസ്മയഭരിതരായി എങ്ങനെയാണോ നിലകൊണ്ടത്, അതിനെ കവച്ചു വയ്ക്കുന്ന രീതിയിലാണ് ഈ 4 പേരും ആ തിരമാലകളുടെ പുറത്തൂടെ സഞ്ചരിച്ചത്. ആവർത്തേഷു തൃണാനീവ ഭ്രാന്ത വിഗത സംഭ്രമം ചിരം ചഞ്ചലമസ്താഭ്രചന്ദ്രമണ്ഡലശോഭിഷു. സമുദ്രങ്ങളിൽ വലിയ വലിയ ചുഴികളുണ്ട്. ചുഴികളിൽ ഇവർ പെട്ട് ആ ചുഴികളിലെ വെള്ളത്തിനോടൊപ്പം ഇവരും കുറേ നേരം കറങ്ങും. കറങ്ങിയിട്ട് ആ ചുഴിയിൽ നിന്ന് പുറത്തു കിടക്കും. അപ്പോൾ ഒരു ചുഴിയിലകപ്പെട്ട പുൽക്കൊടിയെപ്പോലെ ഇവരുടെ ശരീരം ആ സമുദ്രത്തിലെ ചുഴികളിൽ ചുറ്റിത്തിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നും രക്ഷപ്പെട്ട് വീണ്ടും യാത്ര തുടർന്നു. എന്നാലും ഇവർക്ക് ഒരു സംഭ്രമവും ഇല്ലായിരുന്നു. ഭയം എന്നുള്ളത് ഇവരുടെ ഉള്ളിൽ അശേഷമില്ലായിരുന്നു. ചിരം ചഞ്ചല മത്താഭ്ര ചന്ദ്രമണ്ഡല ശോഭിഷു. അതായത് മേഘക്കൂട്ടങ്ങൾ ഇങ്ങനെ നിരനിരയായി സഞ്ചരിക്കുമ്പോൾ ആ മേഘങ്ങളുടെ മധ്യത്തിലകപ്പെട്ട ചന്ദ്രബിംബം പോലെ, എന്ന് പറഞ്ഞാൽ ചില നേരത്ത് ചന്ദ്രനെ കാണാൻ പറ്റും, ചിലപ്പോഴും ചന്ദ്രൻ മറഞ്ഞു പോകും. അതുപോലെ ഈ തിരമാലകളുടെ ഇടയിൽപ്പെട്ട് അല്ലെങ്കിൽ ആ സമുദ്രത്തിലെ ചുഴികളിൽപ്പെട്ട് ചിലപ്പോൾ ഇവരെ കാണാൻ പറ്റും, ചിലപ്പോൾ ഇവർ അപ്രത്യക്ഷരായും അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു എന്നാണ്. അവരുടെ സഞ്ചാരത്തെ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. മത്താഭ്രപ്രവിഷ്ടേന ചന്ദ്രമണ്ഡലേനേവ സ്വപ്രവേശാത് ശോഭമാനേഷു ആവർത്തേഷു തൃണാനീവ ചിരം ഭ്രാന്താഹ. ഇവർ ചുഴികളിൽ പ്രവേശിക്കുമ്പോൾ ആ ചുഴികൾക്ക് കൂടുതൽ അഴക് കൈവരികയാണ്. കാരണം തേജസ്വികളായ 4 പേരുമാണ് ആ ചുഴിയിൽ പ്രവേശിച്ചത്. അപ്പോൾ ആ ചുഴിയും ആ ചുഴിയിലെ ജലത്തിനും എന്തെന്നില്ലാത്ത ഒരു പുതിയ ശോഭ കൈവന്നു. മന്ത്രവിദ്യാബലൗജോഭിർദുർജയാ ശസ്ത്രപാണയഃ ക്വചിത് പ്രമത്തൈർമകരൈർനികീർണോദ്ഗീർണദേഹകാഃ. മന്ത്രവിദ്യാബല ഓജോഭിഃ ദുർജയാഃ ശസ്ത്രപാണയഃ. കയ്യിൽ ആയുധങ്ങളുമേന്തിയാണ് ഈ 4 പേരും കടലിലൂടെ ഇങ്ങനെ നടന്ന് നീങ്ങുന്നത്. അപ്പോൾ ഇവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? മന്ത്രശക്തിയുണ്ട്, പിന്നെ അസ്ത്രവിദ്യ, ആയുധങ്ങൾ പ്രയോഗിക്കാനുള്ള പാടവം, സാമർഥ്യമുണ്ട്, ബലശാലികളാണ്, തേജസ്വികളാണ്. ഇങ്ങനെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത, ആരാലും പരാജയപ്പെടുത്താൻ പറ്റാത്ത വൈഭവത്തോടു കൂടിയവരാണ് ഈ 4 പേരും. ഇവർ ക്വചിത് പ്രമത്തൈർ മകരൈർ നികീർണോദ്ഗീർണ ദേഹകാഹ. സമുദ്രത്തിൽ കൂറ്റൻ മുതലകളുണ്ടാവും. ആ മുതലകൾക്കറിയാമോ ഇവരുടെ മാഹാത്മ്യം? അവർ ആ മുതലകൾ ഏതോ ഭക്ഷണ സാധനമാണെന്ന് വിചാരിച്ച് പല മുതലകളും ഇവരെ വിഴുങ്ങിയിട്ട് അവസാനം ഈ സാധനം അകത്ത് എന്നിട്ട് ഇതിനെ ദഹിപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി വീണ്ടും ഛർദ്ദിച്ചു. ഇങ്ങനെ പല മുതലകളുടെയും വായിൽ പ്രവേശിച്ച് വയറ്റിലേക്ക് പോയി വീണ്ടും ആ മുതലകളാൽ ഛർദ്ദിക്കപ്പെട്ട് പുറത്ത് വന്നുകൊണ്ടിരുന്നു ഈ 4 പേരുടെയും ശരീരങ്ങൾ. കാരണം അഗ്നി പോലെ ജ്വലിക്കുന്നവരാണ്. അപ്പോൾ ഇവരുടെ ശരീരത്തെ ദഹിപ്പിക്കാനുള്ള അത്രയും ശക്തി മുതലകൾക്കില്ല. എന്തോ ഭക്ഷണ സാധനമാണെന്ന് വിചാരിച്ചു വിഴുങ്ങിയപ്പോൾ അകത്ത് ചെന്നപ്പോൾ ഭയങ്കര ചൂട്, തേജസ്, വയറൊക്കെ ചുട്ടു നീറുന്നു. അപ്പോൾ ഇത് നമുക്ക് പറ്റിയതല്ല എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഛർദ്ദിച്ചു. അങ്ങനെ ഇവർ പല മുതലകളുടെയും വായിൽ പ്രവേശിച്ച് പുറത്തു വന്നുകൊണ്ടിരുന്നു. അങ്ങനെ വർണ്ണിച്ചു പോകുന്നു. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ യാത്രയെക്കുറിച്ച് വർണ്ണിച്ചതൊക്കെ മതി. നമുക്ക്
123 സർഗത്തിലേക്ക് പ്രവേശിക്കാം. ദിഗ്വിഹരണം എന്നാണ് അതിൻ്റെ പേര്. ദിക്കുകളിൽ ഇവർ വിഹരിക്കുന്നു. ദിക്കുകളിൽ എന്ന് പറഞ്ഞാൽ ഈ കടല് കടന്ന് മറ്റ് പല കാഴ്ചകളും കാണാനായിട്ട് യാത്ര ആരംഭിച്ചവരാണ്. അപ്പോൾ അവർക്ക് എന്തൊക്കെ അനുഭവങ്ങളാണ് ഈ മാർഗമധ്യത്തിലുണ്ടായത്, അതാണ് ഇനി പറയുന്നത്. ഇത്യേതേ ദൃശ്യരൂപായ അവിദ്യായ വിചാരണേ പ്രവൃത്താഃ പാദചാരേണ സമുദ്രദ്വീപഗാമിനഃ. ഇങ്ങനെ ദൃശ്യരൂപമായ അവിദ്യയുടെ അന്തം കാണാൻ ഇറങ്ങി പുറപ്പെട്ടവർ. ദൃശ്യരൂപമെന്ന് പറയുന്നത് അജ്ഞാനം കൊണ്ട് വെറുതെ തോന്നുന്നതാണ്. ദൃശ്യപ്രപഞ്ചം അത് മായയാണ്, കഴമ്പില്ലാത്ത കാഴ്ചയാണ്. അതിൻ്റെ അന്തം കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. ഈ ദൃശ്യരൂപമായ അവിദ്യയെ, ആ അവിദ്യയുടെ ശക്തി എത്ര കണ്ടുണ്ട് എന്ന് അതിൻ്റെ അന്തം മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറായ 4 പേരാണിവർ. പ്രവൃത്താഹ പാദചാരേണ, കാൽനടയായിട്ടാണ് അവർ യാത്ര ആരംഭിച്ചത്. സമുദ്രദ്വീപഗാമിനഃ, സമുദ്രത്തിലൂടെയും അവർ നടന്നു നീങ്ങി. സമുദ്രങ്ങൾ താണ്ടി അപ്പുറത്ത് ചെല്ലുമ്പോൾ അവിടെ വേറെ വൻകരകൾ, ദ്വീപുകൾ, അവിടെയും അവർ യാത്ര തുടർച്ചയായി യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ഇതി അനയാരീത്യ ഏതേ വിപശ്ചിതഃ പാദചാരേണ ദൃശ്യരൂപായ അവിദ്യായ അന്തപര്യന്തം വിചാരണേ പ്രവൃത്താഃ. ഈ പറഞ്ഞ രീതിയിൽ ഈ 4 പേരും കാൽനടയായിട്ട് തന്നെ ദൃശ്യരൂപയായ, ദൃശ്യമായി പ്രകടമാകുന്ന അവിദ്യയുടെ അന്തം തേടി, പുറമേ തേടി ഇതിൻ്റെ അന്തം കാണാൻ ശ്രമിച്ചു. ഇത് അങ്ങേയറ്റത്തെ വിഡ്ഢിത്തമാണ്. പുറമേ അന്വേഷിച്ച് അവിദ്യയുടെ അന്തം കാണാൻ പറ്റത്തില്ല. പ്രപഞ്ചത്തിൻ്റെ അതിര് കാണാൻ വേണ്ടി റോക്കറ്റിൽ യാത്രയാകുന്ന ശാസ്ത്രജ്ഞൻ്റെ ഗതി എന്തായിരിക്കും? അനന്തമായ ആകാശം. ഈ കാഴ്ചകൾക്ക് ഒരു അന്തവുമില്ല. കാഴ്ച അവസാനിക്കണമെങ്കിൽ ആകാശം അവസാനിക്കണം. ആകാശത്തിന് അതിരുകളില്ല. എത്ര വർഷം അതിവേഗത്തിൽ സഞ്ചരിച്ചാലും പ്രപഞ്ചത്തിൻ്റെ അതിര് അല്ലെങ്കിൽ ശൂന്യാകാശത്തിൻ്റെ അതിർവരമ്പ് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇത് ഭ്രമമാണ്. ഭ്രമത്തിൻ്റെ ഉള്ളിലാണ് യാത്ര. ആ ഭ്രമം ഒരിക്കലും ഒടുങ്ങില്ല. ഭ്രമത്തെ ഭ്രമമാണെന്ന് തിരിച്ചറിയണം. അതേ ഉള്ളൂ ഭ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. അബ്ധേർദ്വീപം പുനർദ്വീപാദബ്ധിം ദ്വീപം ഗിരിം വനം ലാഘവാല്ലംഘയാമാസുച്ഛേദഭേദവിവർജിതാഃ. കടലിൽ നിന്ന് ദ്വീപിലേക്ക്, ദ്വീപിൽ നിന്ന് മറ്റൊരു കടലിലേക്ക്, അവിടുന്ന് അടുത്ത ദ്വീപിലേക്ക്, ഇങ്ങനെ സമുദ്രം, അതിനപ്പുറത്തുള്ള വൻകര, അതിൻ്റെ അപ്പുറത്ത് വേറൊരു സമുദ്രം, അത് കഴിഞ്ഞിട്ട് വീണ്ടും വൻകര, ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ആ ദ്വീപുകളിൽ പർവ്വതങ്ങളും വനങ്ങളും പലതരത്തിലുള്ള ജീവജാലങ്ങളും ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട്, ഇതെല്ലാം താണ്ടിക്കടന്ന് അവർ മുമ്പോട്ട് തന്നെ യാത്ര തുടർന്നു. ലാഘവാത്, അതിവേഗത്തിൽ നിന്നാണ്. പതുക്കെയല്ല ഇവർ പോകുന്നത്, നല്ല സ്പീഡിലാണ്. കാരണം ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ അതിർവരമ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ സാധാരണ സ്പീഡിലൊന്നും പോയാൽ പറ്റത്തില്ല. നല്ല വാണം വിട്ടതുപോലെ നല്ല വേഗത്തിലാണ് ഇവർ സഞ്ചരിക്കുന്നത്. ലാഘവാത് ലംഘയാമാസു ഛേദഭേദവിവർജിത. ഇവരുടെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വാരി ഇടാൻ പോലും ആർക്കും ശക്തിയില്ല. കാരണം അത്ര പരാക്രമശാലികളാണ്. ഇവരെ മുറിപ്പെടുത്താനോ ഇവരുടെ മുമ്പോട്ടുള്ള ചലനത്തെ തടസ്സപ്പെടുത്താനോ ആർക്കും തന്നെ ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ട് നിർബാധം അവർ മുമ്പോട്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. പീതോ വിപശ്ചിത് പാശ്ചാത്യോ മീനേനാമരമാനിന വിഷ്ണുമീന കുലോത്ഥേന വിതസ്താ വാഹനൗജസാം. അങ്ങനെ ഈ 4 പേരും യാത്ര ചെയ്യുമ്പോൾ വിപശ്ചിത് പാശ്ചാത്യ, ഇവരുടെ ആ സാമ്രാജ്യത്തെ
നാലായിട്ട് ഇവർ വിഭജിച്ചു, 4 ദിക്കുകളായിട്ട്. എന്നിട്ട് ഓരോ ദിക്കിൻ്റെയും അധിപനായി ഓരോരുത്തരെ നിയമിച്ചു. അങ്ങനെ 4 ദിക്കിൻ്റെയും അധിപന്മാരായിട്ടാണ് ഇവർ യാത്ര ആരംഭിച്ചത്. അതിൽ പാശ്ചാത്യൻ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ദിക്കിലുള്ള ആ രാജാവുണ്ടല്ലോ, ഈ 4 പേരിൽ ഒരാൾ, അയാൾ പടിഞ്ഞാറ് ദിക്കിൻ്റെ അധിപനാണ്. അയാൾ ഇങ്ങനെ കടലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ മകരമത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങിയെന്നാണ്. മകരമത്സ്യം എന്ന് പറഞ്ഞാൽ ഈ സമുദ്രത്തിലുള്ള കൂറ്റൻ, നമുക്ക് വേണമെങ്കിൽ സ്രാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മകരമത്സ്യം, സ്രാവ്, ഒരു തിമിംഗലം എന്ന് പറയാം, വലിയ സ്രാവ്, ഏതൊരു കൂറ്റൻ ഒരു ജലജീവി. അത് ഈ പാശ്ചാത്യ ദിക്കിൻ്റെ അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിക്കിൻ്റെ അധിപനായ ആ രാജാവിനെ വിഴുങ്ങി. എങ്ങനെയാണ് വിഴുങ്ങിയതെന്ന് പറഞ്ഞാൽ അമരമാനിന മീനേന, ആ വിഴുങ്ങിയ ആ ജലജീവിക്ക് വല്ലാത്ത അഹങ്കാരമായിരുന്നു. തന്നെ അമരൻ, തനിക്കൊരിക്കലും മരണമില്ല എന്ന ഒരു അഹങ്കാരം ആ മകരമത്സ്യത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അഹങ്കാരം മൂത്തിട്ട് ഈ ദക്ഷിണദേശത്തിൻ്റെ അല്ലെങ്കിൽ ദക്ഷിണ ദിക്കിൻ്റെ പടിഞ്ഞാറ് ദിക്കിൻ്റെ അധിപനായ ആ രാജാവിനെ മകരമത്സ്യം ഭക്ഷിച്ചു. വിഷ്ണുമീന കുലോത്ഥേന വിധസ്താവാഹനൗജസ. തത്ര പാശ്ചാത്യഃ പശ്ചിമദിഗന്ധദർശനായ പ്രവൃത്തഃ. 4 പേരും 4 ദിക്കിലേക്കാണ് യാത്ര ചെയ്തത് കേട്ടോ. എല്ലാവരും ഒരേ ദിക്കിലേക്കല്ല പോയത്, ഓരോരുത്തരും ഓരോ ദിക്കിലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ പടിഞ്ഞാറ് ദിക്കിൻ്റെ അന്തം, ആ പടിഞ്ഞാറ് ദിക്കിലൂടെ നേരെ മുമ്പോട്ട് പോയാൽ എവിടെയെങ്കിലും അവസാനിക്കുമല്ലോ, അത് കാണാൻ വേണ്ടി പോയ ആൾ, അയാളെയാണ് വിപശ്ചിതേ അമരഹ അഹം ഇതി അഭിമാനവത മീനേന പീതഹ നികീർണഹ. തന്നെ അമരനാണ്, തനിക്ക് മരണമില്ല എന്ന് കരുതിയ ഒരു മകരമത്സ്യം ഈ രാജാവിനെ വിഴുങ്ങി. വിതസ്ത നദി സാ ഹ്യത്യന്ത ശീഘ്രക പ്രസിദ്ധ. വിതസ്ത എന്നൊരു നദിയുണ്ട്, അത് അതിവേഗം ഒഴുകുന്നതാണ്. തദ്വാഹനസ്യ നൗകാദേ രോജൈവ. ആ വിതസ്ത നദിയിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു നൗകയെപ്പോലെ വളരെ വേഗത്തിൽ വന്ന് ശീഘ്രതരം ഓജഹ യസ്യ തഥാവിധേന. അങ്ങനെ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു മകരമത്സ്യമാണ് ഈ രാജാവിനെ വിഴുങ്ങിയത്. മരിച്ചൊന്നും പോയില്ല കേട്ടോ, പേടിക്കണ്ട. കാരണം അത്ര പെട്ടെന്നൊന്നും മരിക്കുന്നവരല്ല ഇവർ. ആ കൂറ്റൻ മത്സ്യം ഇദ്ദേഹത്തെ വിഴുങ്ങി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ക്ഷീരോദം പ്രാപ്യ മത്സ്യേന തേനോദ്ഗീർണ സുദുർജരഃ തേന ക്ഷീരോദമുല്ലംഘ്യ ഗതോ ദൂരം ദിഗന്തരം. ഈ മകരമത്സ്യം മഹാവിഷ്ണുവിൻ്റെ മത്സ്യാവതാരം എടുത്തല്ലോ, ആദ്യത്തെ അവതാരം മത്സ്യമായിരുന്നു. ആ പരമ്പരയിൽ ജനിച്ച ഒരു മത്സ്യമാണ്. അപ്പം എൻ്റെ കുലമഹിമ എത്രത്തോളം ഉണ്ട്, മഹാവിഷ്ണുവിൻ്റെ പരമ്പരയിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് എനിക്ക് മരണമില്ല. അതുകൊണ്ട് ആരെയും കൂസാത്ത പ്രകൃതമായിരുന്നു ആ മകരമത്സ്യത്തിന്. ആ ഒരു അഹങ്കാരം, ധാർഷ്ട്യം ഉള്ളത് കൊണ്ടാണ് ഈ രാജാവിനെ ആ മകരമത്സ്യം വിഴുങ്ങിയത്. വിഴുങ്ങി ഈ രാജാവ് ആ മത്സ്യത്തിൻ്റെ വയറ്റിലുമായി. ആ മത്സ്യം അങ്ങനെ യാത്ര ചെയ്ത് അത് പാലാഴിയിലെത്തി. പാലാഴിയിൽ പ്രവേശിച്ചു. ക്ഷീരോദം പ്രാപ്യ മത്സ്യേന തേന ഉദ്ഗീർണ സുദുർജരഃ ജരയിതുമശക്യഃ. ഇദ്ദേഹത്തെ വിഴുങ്ങിയിട്ട് ഇദ്ദേഹത്തെ ദഹിപ്പിക്കാൻ പറ്റുന്നില്ല. ഈ കഴിച്ച ഭക്ഷണം ദഹിക്കണമല്ലോ, ഇത് വയറ്റിൽ ചെന്നിട്ട് വല്ലാത്ത പ്രശ്നം, ഇത് ദഹിക്കുന്നില്ല. അങ്ങനെ അത് അവിടുന്ന് നേരെ പാലാഴിയിലേക്ക് ചെന്നു. അവിടെ ഈ മത്സ്യത്തിൻ്റെ വായിൽ നിന്നും ഇദ്ദേഹം പുറത്തു വന്നു. അത് ഈ രാജാവിനെ ഛർദ്ദിച്ചു എന്നർത്ഥം.
തേന ക്ഷീരോദമുല്ലംഘ്യ ഗതോ ദൂരം ദിഗന്തരം. അങ്ങനെ ആ പാലാഴിയിലൂടെയായി പിന്നെ യാത്ര. ആ പാലാഴി മുഴുവൻ താണ്ടിക്കിടന്ന് വീണ്ടും അതിൻ്റെയും അപ്പുറത്തേക്ക് യാത്ര തുടർന്നു. ഇതാണ് പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയ രാജാവിൻ്റെ അനുഭവം. ഇനി തെക്ക് ദിശയിലേക്ക്, ദക്ഷിണ ദിക്കിലേക്ക് പോയ ആൾക്ക് എന്ത് സംഭവിച്ചു? ദക്ഷിണോ യക്ഷനഗരേ സംപ്രേക്ഷ്യേക്ഷുരസാർണവേ ശിക്ഷാദക്ഷിണയാക്ഷിപ്യ യക്ഷിണ്യാ കാമുകീകൃതഃ. ഈ മായയുടെ ഉള്ളിൽ പോയാൽ എന്തൊക്കെയാണ് നമുക്ക് അനുഭവിക്കാൻ കിട്ടുക എന്ന് പ്രവചിക്കാനേ സാധ്യമല്ല. തെക്ക് ദിക്കിലേക്ക് യാത്രയായ ആ രാജാവ് ഈ ഒരു യക്ഷൻ്റെ നഗരത്തിൽ ചെന്നെത്തി. യക്ഷന്മാരുടെ നഗരം. അവിടെ പ്രവേശിച്ചു. യക്ഷനഗരെ സംപ്രേക്ഷ്യ ഇക്ഷുരസാർണവേ. യക്ഷനഗരത്തിൽ ചെന്ന് അവിടെ ഈ കരിമ്പിൻചാറ് നിറഞ്ഞിട്ടുള്ള ആ കടലുണ്ടല്ലോ, അവിടെയാണ് ഈ യക്ഷനഗരം. അവിടെ പ്രവേശിച്ചു. ദക്ഷിണയാക്ഷിപ്യ യക്ഷിണ്യാ കാമുകീകൃത. അവിടെ ഒരു യക്ഷസ്ത്രീ, യക്ഷിണി, ഇദ്ദേഹത്തെ കണ്ട് ഇദ്ദേഹത്തിൽ പ്രേമം തോന്നി, ഇദ്ദേഹത്തെ കാമുകനായി സ്വീകരിച്ചു. വല്ല കാര്യമുണ്ടോ? ഇവിടെ എങ്ങാനും കിടന്നു കഴിഞ്ഞാൽ പോരെ? ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ഇതൊക്കെയായിരിക്കും അനുഭവം. അപ്പോൾ ദ്വിതീയസ്യ ഉദന്തമാഹ ദക്ഷിണ ഇത്യാദിന ഇക്ഷുരസാർണവേ സ്ഥിതേ യക്ഷനഗരെ. ആ കരിമ്പിൻചാറ് നിറഞ്ഞിട്ടുള്ള ആ കടലിലാണ് ഈ യക്ഷനഗരം സ്ഥിതി ചെയ്തിരുന്നത്. വശീകരണ വിദ്യാ ശിക്ഷാ വിഷയേ ദക്ഷിണയ. അവിടെ ഒരു യക്ഷിണി ഉണ്ടായിരുന്നു, യക്ഷസ്ത്രീ. അവർക്ക് ഈ വശീകരണമൊക്കെ നല്ലപോലെ, പുരുഷന്മാരെ എങ്ങനെ വശീകരിക്കാം അങ്ങനെയുള്ള സിദ്ധികളൊക്കെ ഉള്ള ഒരു പെണ്ണും പിള്ളയായിരുന്നു അവർ. അവരെന്ത് ചെയ്തു? ഇദ്ദേഹത്തെ കണ്ട് മോഹിച്ച് ഇദ്ദേഹത്തെ കാമുകനായി വരിച്ചു. ആര്? തെക്കോട്ട് പോയ ആളിനെ. തെക്കോട്ടെന്ന് പറഞ്ഞാൽ തെക്കോട്ടെടുത്തില്ല, തെക്ക് ദിക്കിലേക്ക് യാത്രയായ ദക്ഷിണയാ കുശലയാ യക്ഷിണ്യ. അങ്ങനെ പലതരം സിദ്ധിവിശേഷങ്ങളോടും കൂടിയ ആ യക്ഷിണി ഇദ്ദേഹത്തെ കണ്ടിട്ട് വിദ്യാബലേന ആക്ഷിപ്യ, അവരുടെ ആ സിദ്ധിവിശേഷം കൊണ്ട് സ്വകാമുകീകൃത, തൻ്റെ കാമുകനാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ തൻ്റെ അധീനതയിലാക്കി. ആ സ്ത്രീയിൽ ഇദ്ദേഹത്തിനും ആകർഷണം തോന്നി. ഇങ്ങനെ ഓരോ ദിക്കിലേക്ക് പോകുന്നവർക്ക് വിചിത്രങ്ങളായ അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത്. തുടർന്നുള്ള ഭാഗം നമുക്ക് നാളെ വായിക്കാം.